ജപ്പാനിലെ പേടിപ്പെടുത്തുന്ന കഥകളുടെ കൂട്ടത്തിൽ പ്രധാനമാണ് യമാമ്പകളുടെ കഥ. യമാമ്പകൾ എന്നാൽ കണ്ടു കഴിഞ്ഞാൽ വയസ്സായ ഒരു സ്ത്രീയെപ്പോലെ ഇരിക്കും. പക്ഷേ അവർ ശരിക്കും മനുഷ്യമാംസം ഭക്ഷിക്കുന്ന നരഭോജികളായ യമാമ്പകളാണ്. രാക്ഷസികൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. യമാമ്പകളുടെ ഒരു സ്റ്റോറി പറയാം. പണ്ട് ഒരു ബുദ്ധ സന്യാസി, അദ്ദേഹം ദീർഘമായ ഒരു യാത്രയായിരുന്നു. ആ യാത്രയുടെ ഇടയ്ക്ക് വെച്ച് കനത്ത കാറ്റും മഴയും വന്നു. അദ്ദേഹത്തിന് എവിടെയും കയറി നിൽക്കാൻ പോലും സ്ഥലം കിട്ടാതെയായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് അകലെയായി ഒരു ചെറിയ കുടില് കണ്ടത്. എന്നാൽ അവിടേക്ക് പോകാമെന്ന് കരുതി അയാൾ ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു വയസ്സായ സ്ത്രീയായിരുന്നു. അവരെ കണ്ടാൽ ഒരു പാവം പോലെ ഇരിക്കും. അവർ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ തന്നെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന് പുതയ്ക്കാൻ കമ്പിളിയും അങ്ങനെ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. അദ്ദേഹം ഓർത്തു, എത്ര നല്ല സ്ത്രീയാണിവർ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്തു വന്നാലും പുറകിലൊരു മുറിയുണ്ട്, അവിടേക്ക് നോക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ സ്ത്രീ വിറകെടുക്കാൻ പുറത്തേക്ക് പോയ തക്കം നോക്കി അദ്ദേഹം ആ മുറിയുടെ താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ അദ്ദേഹം കണ്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പകുതി കഴിച്ച് ഉപേക്ഷിച്ച മനുഷ്യ ശരീരങ്ങളായിരുന്നു അവിടെ കിടന്നത്. അത് കണ്ട അദ്ദേഹത്തിന് തല കറങ്ങുന്നത് പോലെ തോന്നി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ സ്ത്രീ ആരാണെന്ന് പിടികിട്ടി. അതൊരു യമാമ്പയായിരുന്നു. ഞെട്ടിപ്പോയ ആ ബുദ്ധസന്യാസി തൻ്റെ സാധനങ്ങൾ പോലും എടുക്കാൻ നിൽക്കാതെ അദ്ദേഹം തുറന്നുവിടുന്ന ആ വാതിലിലൂടെ ഇറങ്ങി ഓടി. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ആ യമാമ്പ പിന്നാലെ വന്നില്ല. ഒയ്വയുടെ കഥ. ഒയ്വയുടെ കഥ ശരിക്കും 17-ാം നൂറ്റാണ്ടിൽ നടന്നതാണെന്നും പറയുന്നുണ്ട്. ഒയ്വ ഒരു സുന്ദരിയായ സ്ത്രീയായിരുന്നു. അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ലേമൻ എന്നൊരു സമുറായി അവർ വിവാഹം കഴിച്ചു. എന്നാൽ ഈ ലേമനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒയൂമി. അവർക്ക് ലേമനും ഒയ്വയും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ കടുത്ത അസൂയ തോന്നി. എങ്ങനെയെങ്കിലും ലേമനെ സ്വന്തമാക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൾ എന്താ ചെയ്തതെന്നറിയോ? ഒയ്വയ്ക്ക് കടുത്ത ഒരു വിഷം നൽകി. ആ വിഷം കഴിച്ചാൽ ജീവൻ പോവില്ല, പക്ഷേ അത് കഴിക്കുന്നയാളുടെ ശരീരമാകെ വികൃതമാകും, പ്രത്യേകിച്ച് മുഖം. പക്ഷേ അത് കഴിക്കുന്നയാൾ അറിയുക പോലുമില്ല തൻ്റെ ശരീരവും മുഖവും വികൃതമായിരിക്കുന്നത്. അങ്ങനെ വികൃതമായ മുഖമുള്ള ഒയ്വയെ കണ്ടപ്പോൾ ലേമന് തീരെ ഇഷ്ടമായില്ല. ലേമൻ അവളെ സ്നേഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവളുടെ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രമാണ് അയാൾ ആകൃഷ്ടനായിരുന്നത്. അയാൾ ഒരു ദുഷ്ടഹൃദയൻ കൂടിയായിരുന്നു. ഒയ്വയെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കാനായി അയാൾ അവളെ റേപ്പ് ചെയ്യാനായി തക്കുവേറ്റ്സു എന്ന ഒരാളെ നിയമിച്ചു. എന്നാൽ തക്കുവേറ്റ്സു അവളെ റേപ്പ് ചെയ്യാൻ പോയെങ്കിലും അയാൾ ഒന്നും ചെയ്തില്ല. പകരം അയാൾ കാര്യം പറഞ്ഞു അവളുടെ മുഖത്ത് നോക്കി. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് താൻ ഇത്ര വികൃതിയായി മാറിയിരുന്നെന്ന്. സത്യങ്ങളൊക്കെ അറിഞ്ഞ ഒയ്വ സ്വന്തമായി ആ കടാര വാങ്ങിച്ച് കുത്തി അവൾ അവിടെ തന്നെ മരിച്ചു. ലേമനാകട്ടെ അതിനുശേഷം ഒയൂമിയെ വിവാഹം കഴിച്ചു. വിവാഹ ദിവസം രാത്രി തന്നെ അയാൾ ഒയ്വയുടെ വികൃതമായ മുഖവും ശരീരവുമുള്ള പ്രേതത്തിനെ കണ്ട് ഭയന്നു. പിന്നീട് അയാൾക്ക് ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങാനോ ജീവിക്കാനോ കഴിയാത്ത വിധം അവളുടെ പ്രേതം അയാളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഒയ്വയുടെ പ്രേതം ഇപ്പോഴും ആ നഗരങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത്.